എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് BNSSൻ്റെ സെക്ഷൻ 96 മുതലാണ് എടുക്കാൻ പോകുന്നത്. സെക്ഷൻ 82 വരെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളധികം ദീർഘിപ്പിക്കാനില്ല. സെക്ഷൻ 96 പറയുന്നത് വെൻ സെർച്ച് വാറൻറ്റ് മേ ബി ഇഷ്യൂഡ് ഇതിനെ കുറിച്ചിട്ടാണ്. അതായത് ഇവിടെ പറയുന്നത് എപ്പോഴൊക്കെയാണ് സെർച്ച് വാറൻറ്റ് ഇഷ്യൂ ചെയ്യാമെന്ന് അതിനെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാതെ, അതായത് ഓൾറെഡി ഒരു സമ്മൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോടതി. പക്ഷേ ആ സമ്മൻസ് പുറപ്പെടുവിച്ചിട്ടും ആൾ ഹാജരായിട്ടില്ല, അല്ലെങ്കിൽ ഹാജരാക്കാൻ പറഞ്ഞ സാധനങ്ങൾ ആ വ്യക്തി ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ കോടതിക്ക് തോന്നുന്ന പക്ഷം എന്ത് ചെയ്യാം? വാറൻറ്റ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ സെർച്ച് വാറൻറ്റ് ഇഷ്യൂ ചെയ്യാം. ആ വാറൻറ്റിനനുസരിച്ച് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ വ്യക്തിനെ ഹാജരാക്കാനോ പോലീസിന് എന്തുണ്ട്? അധികാരമുണ്ട്. അതാണ് സെക്ഷൻ 96 പറയുന്നത്. 96 പറയുമ്പോൾ നെയ്റ്റിൽ സെർച്ച് എന്ന് ആലോചിക്കുക. നെയ്റ്റിൽ സെർച്ച് 96. ഇനി കോടതിക്ക് ഉചിതമെന്ന് തോന്നുന്ന പക്ഷം വാറണ്ടിൽ തിരച്ചിൽ അല്ലെങ്കിൽ പരിശോധന മാത്രം വ്യാപിക്കുന്ന പ്രത്യേക സ്ഥലമോ ഭാഗമോ വ്യക്തമാക്കാവുന്നതാണ്. അതായത് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് ആ പ്രത്യേക ഭാഗം മാത്രം സെർച്ച് ചെയ്യാനായിട്ട് കോടതിക്ക് അധികാരമുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ട്. ഇനി ഇങ്ങനെ സെർച്ച് വാറൻറ്റ് കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അല്ലാതെ മറ്റൊരു മജിസ്ട്രേറ്റിനും എന്ത് ചെയ്യാൻ പറ്റില്ല? പോസ്റ്റൽ അല്ലെങ്കിൽ ടെലിഗ്രാഫ് അതോറിറ്റിയുടെ കസ്റ്റഡിയിലുള്ള ഇങ്ങനത്തെ ഒരു രേഖ, അതായത് വീട്ടിലിരിക്കുന്നതല്ല, പോസ്റ്റൽ അതോറിറ്റിയുടെ കയ്യിലുള്ള രേഖ ജില്ലാ മജിസ്ട്രേറ്റിനോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അല്ലാതെ വേറെ ആർക്കും അത് പോയി അന്വേഷിക്കാനായിട്ട് വാറൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 96 എന്ന് പറയുമ്പോൾ വെൻ സെർച്ച് വാറൻറ്റ് മേ ബി ഇഷ്യൂഡ്. അടുത്തതാണ് സെക്ഷൻ 97. സെക്ഷൻ 97 പറയുന്നത് മോഷ്ടിച്ച വസ്തുക്കളും വ്യാജരേഖകളും മറ്റും ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്തുള്ള തിരച്ചിലിനെ കുറിച്ചിട്ടാണ്. അതായത് 9(7) എന്ന് പറയുമ്പോൾ നെയ്ക്ക് എന്ന് ആലോചിക്കുക. നെയ്ക്ക് 7 എന്ന് പറയുമ്പോൾ സെർച്ച് ചെയ്യാനായിട്ടുള്ള അധികാരം. അതായത് ഒരാളുടെ നെയ്ക്ക് ഷൂസ് എടുത്തുകൊണ്ട് പോയി അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയി ഒരാൾ, കള്ളൻ, ആ സംഭവം അല്ലെങ്കിൽ ഒരു വ്യാജരേഖകൾ അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടുള്ള അധികാരം. അതായത് സെർച്ച് ഓഫ് പ്ലേസ് സസ്പെക്റ്റഡ് ടു കണ്ടെയ്ൻ സ്റ്റോളൻ പ്രോപ്പർട്ടി, ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ് എക്സെട്ര. അതായത് വ്യാജരേഖകളോ അല്ലെങ്കിൽ കട്ടെടുത്ത എന്തെങ്കിലും സാധനങ്ങളോ കളവോ മുതലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാനായിട്ടുള്ള ഇത് കൊടുക്കാൻ പറ്റും. ആർക്ക്? ഒരു ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, അവർക്കൊക്കെ ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം അന്വേഷിക്കാനായിട്ടുള്ള അധികാരം കൊടുക്കാൻ പറ്റും. ഇതാണ് സെക്ഷൻ 97 പറയുന്നത്. ഇനി ഈ സെക്ഷൻ 97 പറയുമ്പോൾ ആലോചിക്കണം, നമ്മൾ BNSൽ ഇങ്ങനൊരു സെക്ഷൻ പഠിച്ചിട്ടുണ്ടായി. BNSൽ പറയുന്നത് നമ്മൾ കോഡിട്ടത് നെയ്ക്ക് ഷൂ എടുക്കാനായിട്ട്, നെയ്ക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ എടുത്തത്. അതായത് 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ നെയ്ക്ക് ഷൂ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ പഠിച്ചിട്ടുണ്ടായി. അത് ഓർമ്മയുണ്ടോ? അതായത് 10 വയസ്സിന് പ്രായമുള്ള കുട്ടിയെ, ആ കുട്ടിയുടെ ദേഹത്തിന് എന്തെങ്കിലും മോഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആളപഹരണം ചെയ്യുന്നത്, കിഡ്നാപ്പ് ചെയ്യുന്നത് ആണ് സെക്ഷൻ 97 പറയുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്തും സെക്ഷൻ 97 ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. നെയ്ക്ക് വെച്ചിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കണത്. അത് തെറ്റില്ല. അത് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അത് ഓർത്ത് ഇരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ 97 എന്ന് പറയുന്നത് മോഷ്ടിച്ച വസ്തുക്കളും വ്യാജരേഖകളും മറ്റും ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്തുള്ള തെരച്ചിലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തതാണ് സെക്ഷൻ 98. സെക്ഷൻ 98 പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു പവറിനെ കുറിച്ചിട്ടാണ്. അതായത് ചില പ്രസിദ്ധീകരണങ്ങൾ കണ്ടുകെട്ടിയതായിട്ട് പ്രഖ്യാപിക്കാനും ഇനി അത് നമ്മൾ ബാൻ ചെയ്യാമെന്ന് പറയും. ചില സംഭവങ്ങൾ ഗവൺമെൻറ്റിന് ബാൻ ചെയ്യാനായിട്ട് ചില പ്രസിദ്ധീകരണങ്ങൾ BNSൻ്റെ ചില സെക്ഷനുകൾ പ്രകാരം 196, 197, 152, 294, 295, 299 ഇവയൊക്കെ പ്രകാരം അത് എന്ത് ചെയ്യാൻ പറ്റും? ബാൻ ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. പിന്നീട് ഈ സംഭവങ്ങൾ എവിടെ വെച്ച് കണ്ടാലും ഇന്ത്യൻ പോലീസിന് ആ ബാൻ ചെയ്തതാണെങ്കിൽ അതിൻ്റെ ലക്കം പിടിച്ചെടുക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് സെക്ഷൻ 98. 98 എന്ന് പറയുമ്പോൾ നൈറ്റിൽ കെട്ടിച്ചിക്കാനുള്ള അധികാരം എന്ന് ആലോചിക്കുക. അതായത് ഇപ്പോൾ ഒരു പുസ്തകം ഇറക്കി, അത് ഇനി പുറത്തിറക്കാൻ പറ്റില്ല, അവരെ കെട്ടിച്ചു എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ ആലോചിക്കുക. നൈറ്റിൽ കെട്ടിച്ചു, അതായത് ഏത് രാത്രിയായാലും ഗവൺമെൻറ്റിന് എന്തിൻ്റെ അധികാരമുണ്ട്? അത് ബാൻ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്.
ഇനി നമ്മൾ പറഞ്ഞ പോലെ ഒരു എസ് എ റാങ്കിൽ കുറയാത്ത ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും അത് ഇപ്പോൾ ഈ ബാൻ ചെയ്ത സംഭവം അവിടെ ഉണ്ടെന്നൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ പരിസരത്ത് പ്രവേശിച്ച് അത് അന്വേഷിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അധികാരപ്പെടുത്താൻ പറ്റും. അതൊക്കെയാണ് സെക്ഷൻ 98 പറയുന്നത്. അടുത്തതാണ് സെക്ഷൻ 100. സെക്ഷൻ 100 പറയുന്നത് തെറ്റായി ബന്ധിപ്പിച്ചിരിക്കുന്ന വ്യക്തികൾക്കായി തിരയുക. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ജില്ലാ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റിനെ ഇവർക്ക് ആർക്കെങ്കിലും തടവിൽ വെച്ചിരിക്കുന്ന ഒരു പ്രതിനെ തടവിൽ വെച്ചേക്കാം, അത് ആ തടവിൽ വെച്ചിരിക്കുന്നത് ഒരു കുറ്റകൃത്യമാണെന്ന് വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് ആ പ്രതി അങ്ങനെ കിടക്കേണ്ടതല്ല, അങ്ങനെ ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ, ആ തടവിൽ വെച്ചിരിക്കുന്നത് ഒരു കുറ്റകൃത്യമാണെന്ന് വിശ്വസിക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്കൊരു സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാവുന്നതാണ്. ഇനി അങ്ങനെ ഒരു വ്യക്തിയെ തടവിൽ വെച്ചിരിക്കുന്നത് ഒരു കുറ്റകൃത്യമാണെന്ന് ഇങ്ങനെ കോടതിക്ക് വിശ്വസിക്കാൻ ഒരു കാരണമുണ്ടായി എന്ത് ചെയ്യാം, ആ തടവിൽ വെച്ചിരിക്കുന്ന ആ വ്യക്തിക്കെതിരെ ആ വ്യക്തിക്ക് വേണ്ടി ഒരു സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാം. അങ്ങനെ സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ വ്യക്തിയെ അന്വേഷിക്കണം. ആ വ്യക്തിയെ അന്വേഷിച്ച് ആ കോടതിയുടെ മുമ്പിൽ അത് കൊണ്ടുവരേണ്ടതാണ്. അതനുസരിച്ച് അത്തരം തിരച്ചിൽ നടത്തുകയും കണ്ടെത്തിയാൽ എന്ത് ചെയ്യണം, ആ വ്യക്തിയെ ഉടൻ തന്നെ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുപോവുകയും ചെയ്യും. ഇനി കേസിൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഇനി പിന്നെ ബാക്കി ഉത്തരവുണ്ടാവുക. കോടതിക്ക് അങ്ങനെ തോന്നാനുണ്ടായ കാരണം ഇതൊക്കെ അനുസരിച്ചിട്ടാണ് പിന്നീട് ബാക്കിയുള്ള ഉത്തരവ് ഉണ്ടാവുക. അതാണ് സെക്ഷൻ 100 പറയുന്നത്, തെറ്റായി തടവിലാക്കപ്പെട്ട വ്യക്തികളുടെ തെരച്ചിലിനെ കുറിച്ചിട്ട്. സെർച്ച് ഫോർ പേഴ്സൺ റോങ്ഫുള്ളി കൺഫൈൻഡ്. അടുത്തതാണ് സെക്ഷൻ 102. 102 നല്ല എളുപ്പമുള്ള സെക്ഷനാണ്. അതായത് സെർച്ച് വാറന്റുകളുടെ ദിശേനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ആലോചിക്കുക, വാറന്റും കൊണ്ട് 2 ദിശയിലും പോവാം. അതായത് എവിടൊക്കെ അന്വേഷിക്കണം അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ പറയുന്ന ഒന്നുമില്ല. സെക്ഷൻ 32, 72, 74, 76, 79, 80, 81 എന്നീ വകുപ്പുകളിലെ വ്യവസ്ഥകൾ സെക്ഷൻ 96, സെക്ഷൻ 97, സെക്ഷൻ 98 അല്ലെങ്കിൽ സെക്ഷൻ 100 പ്രകാരം പുറപ്പെടുവിച്ച എല്ലാ സെർച്ച് വാറന്റുകൾക്കും എന്തായിരിക്കും, ബാധകമായിരിക്കും. അതാണ് സെക്ഷൻ 102 പറയുന്നത്. വേറൊന്നുമില്ല, സിമ്പിളായിട്ട് പഠിക്കുക. വാറന്റ് എന്ത് ചെയ്യാം, 2 ദിക്കിലും പോയി അന്വേഷിക്കാം. സെർച്ച് വാറന്റുകളുടെ ദിശേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 2 ദിക്ക് എന്ന് പറയുമ്പോൾ 2 ദിശ എന്ന് ആലോചിക്കുക. സെർച്ച് വാറന്റുകളുടെ ദിശ സെക്ഷൻ 102. അടുത്തതാണ് സെക്ഷൻ 103. സെക്ഷൻ 103 പറയുന്നത് ഏതായത് ഈ അധ്യായം പ്രകാരം പരിശോധനയ്ക്ക് വിധേയമായ ഏതെങ്കിലും സ്ഥലങ്ങളോ അടച്ചു പൂട്ടപ്പെടുമ്പോൾ ആ സ്ഥലത്ത് താമസിക്കുന്നതോ അതിൻ്റെ ചുമതല വസിക്കുന്നതിനായ ഏതൊരു വ്യക്തിയും വാറന്റ് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ ആവശ്യപ്രകാരം ആ വാറന്റ് ആ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ സ്ഥലത്ത് സ്വതന്ത്രമായിട്ട് പ്രവേശിക്കാനായിട്ട് അനുവദിക്കണം. അതായത് ആ സ്ഥലം തുറന്നു കിടക്കണം, തടഞ്ഞു വയ്ക്കാനൊന്നും പറ്റില്ല. അതായത് 103 എന്ന് പറയുമ്പോൾ മുന്നിൽ നിന്ന് മാറണം എന്നാലോചിക്കുക. സെർച്ചിന് വരുമ്പോൾ മുന്നിൽ നിന്ന് മാറണം 103. ഇനി ഇതിൽ കുറേ പോയിന്റുകളുണ്ട്. അതായത് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പ്രവേശനം നേടാൻ പറ്റണില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഉദ്യോഗസ്ഥന് ഉപവകുപ്പ് 44 പ്രകാരം 44 ഉപവകുപ്പ് 2 പ്രകാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്ന രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഏതെങ്കിലും ആ വ്യക്തി ആ പരിസരത്ത് എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കുകയും മറച്ച് വെക്കുക എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് പോലീസിന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പോലീസിന് ആ വ്യക്തിനെ പരിശോധിക്കാം. പിന്നെ ആ വ്യക്തി സ്ത്രീ ആണെങ്കിൽ മാന്യതയോടുകൂടി എന്ത് ചെയ്യണം, വനിതാ പോലീസിനെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ആ തെരച്ചിൽ നടത്താം. ഇനി തെരച്ചിൽ നടത്തുമ്പോൾ എന്ത് ചെയ്യണം, ആ മാന്യതയുള്ള 2 ആൾക്കാരെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ റെഡിയാക്കി വയ്ക്കുന്നത് നല്ലതാണ്. അതായത് ആ തെരച്ചിലിന് സാക്ഷികളായിട്ട് നിൽക്കാനായിട്ട്. പിന്നെ തിരച്ചിൽ കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ആ തിരച്ചിലിന് കിട്ടിയ സാധനങ്ങളുടെ ഒരു പട്ടിക റെഡിയാക്കി കൊടുക്കണം. അതായത് നമുക്ക് അറിയണ കാര്യങ്ങൾ തന്നെ. അതായത് മെയിനായിട്ട് പറയുന്നത് തിരയാൻ അനുവദിക്കുന്നതിന് അടച്ച സ്ഥലത്തിൻ്റെ ചുമതലയുള്ള വ്യക്തികൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഒരു സ്ഥലത്ത് അന്വേഷണത്തിനുള്ള ഇത് കിട്ടിയിട്ട് സെർച്ച് ചെയ്യാൻ വരുമ്പോൾ എന്ത് ചെയ്യരുത്, അത് പറ്റില്ല, അതിന് തടസ്സം നിൽക്കാൻ പാടില്ല. തടസ്സം നിൽക്കാണ്ട് ആ തെരച്ചിൽ എന്ത് ചെയ്യണം, മാന്യമായിട്ട് നടത്താനായിട്ട് പോലീസിനെ അനുവദിക്കണം. ആ പോലീസ് അത് അനുവദിച്ചതിന് ശേഷം
എന്ത് ചെയ്യുക, ആ പോലീസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് സെക്ഷൻ 103 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 103 എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സെർച്ച് ചെയ്യുമ്പോൾ മുന്നിൽ തടസ്സം നിൽക്കരുത്. അതായത് തെരയാൻ അനുവദിക്കുന്നതിന് അടച്ച സ്ഥലത്തിൻ്റെ ചുമതലയുള്ള വ്യക്തികൾ കൊടുക്കേണ്ട കാര്യങ്ങൾ, അതായത് സമ്മതിക്കേണ്ട തടസ്സം നിൽക്കാണ്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തതാണ് സെക്ഷൻ 104 പറയുന്നത് അധികാരപരിധിക്ക് അപ്പുറമുള്ള തിരച്ചിലിൽ കണ്ടെത്തിയ വസ്തുക്കളുടെ വിനിയോഗം. അതായത് 4 ദിക്കിന് അപ്പുറത്ത് പോയി അന്വേഷിച്ച് കണ്ടെത്തിയാലുള്ള സാധനങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്, എന്തായിരിക്കും ചെയ്യേണ്ടത്. പോലീസ് ഒരു സംഭവം ഉത്തരവ് പ്രകാരം ഒരു സാധനം കണ്ടെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കോടതിയുടെ മുമ്പിൽ അത് ഹാജരാക്കണം. അത്രേ പറയാനുള്ളൂ. സെക്ഷൻ 104 പറയുന്നത് അധികാരപരിധിക്ക് അപ്പുറമുള്ള തിരച്ചിലിൽ കണ്ടെത്തിയ വസ്തുക്കളുടെ വിനിയോഗത്തെ കുറിച്ചിട്ടാണ്. അതായത് അങ്ങനെ കിട്ടിയ സംഭവങ്ങൾ എന്ത് ചെയ്യണം? കോടതിയുടെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഉടനടി കൊണ്ടുപോയി ഹാജരാക്കണം. അതാണ് സെക്ഷൻ 104 പറയുന്നത്. 4 ദിക്കിന് അപ്പുറത്ത് പോയി അന്വേഷിച്ച് കണ്ടെത്തിയാലുള്ള സംഭവങ്ങളുടെ വിനിയോഗത്തിനെ കുറിച്ചിട്ട്. അടുത്തതാണ് സെക്ഷൻ 105 പറയുന്നത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെയുള്ള തിരയലിൻ്റെ പിടിച്ചെടുക്കലിൻ്റെയും റെക്കോർഡിങ്ങും അതിനെ കുറിച്ചിട്ടാണ്. അതായത് ഓഡിയോ വീഡിയോ എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കണം. അതൊന്നാമത്തെ കാര്യം. ഇനി ഈ സെക്ഷൻ ഓർത്തിരിക്കാനായിട്ട് 5 എന്ന് പറയുമ്പോൾ മറ്റേ പാട്ട് ആലോചിക്കുക. കുഞ്ചിയമ്മയ്ക്കഞ്ച് മക്കളാണ് ആ പാട്ടില്ലേ, ആ പാട്ട് എന്നിട്ട് ആ ഓഡിയോ ആയിട്ടും പാട്ടുണ്ട്, വീഡിയോ എല്ലാവർക്കും കാണാത്തവരുണ്ടാവില്ലേ, അതാലോചിക്കുക. അപ്പം 105 എന്ന് പറയുമ്പോൾ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക്, 5 എന്ന് പറയുമ്പോൾ കുഞ്ചിയമ്മ എന്ന് ആലോചിക്കുക. ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെയുള്ള തെളിവുകളും അതായത് തിരയലിനെയും പിടിച്ചെടുക്കലിനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതങ്ങനെ പിടിച്ചെടുക്കുന്ന എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നിവർക്ക് എന്ത് ചെയ്യണം? ഉടൻ കൈമാറണം. അടുത്തതാണ് സെക്ഷൻ 107 പറയുന്നത് സ്വത്ത് കണ്ടുകെട്ടുകളിനെ കുറിച്ചിട്ടാണ്. സ്വത്ത് 7 എന്ന് പറയുമ്പോൾ സ്വത്ത് എന്ന് ആലോചിക്കുക. സ്വത്തുകളുടെ കണ്ടുകെട്ടൽ അല്ലെങ്കിൽ പുനഃസ്ഥാപനം, അറ്റാച്ച്മെൻറ്റ്, ഫോർഫെയ്ച്ചർ ഓർ റെസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി, അതായത് സ്വത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറയുന്നത്. അതായത് ഒരു കുറ്റകൃത്യത്തിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാവുന്ന സ്വത്ത് എന്ത് ചെയ്യാം? അത് പോലീസിന് കണ്ടുകെട്ടുന്നതും അത് വിചാരണയ്ക്കായിട്ട് പരിഗണിക്കാനായിട്ടൊക്കെ അവകാശമുണ്ട്, കുറ്റകൃത്യത്തിൻ്റെ ബേസിൽ കിട്ടണ സ്വത്തുകൾ. ഇനി അങ്ങനത്തെ സ്വത്തുക്കൾ തെളിവെടുക്കാനായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? കോടതിക്ക് ആ സ്വത്തിൽ ജപ്തി പുറപ്പെടുവിക്കാനായിട്ട് അധികാരമുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യാം? വക്കീൽ നോട്ടീസ് നൽകാവുന്നതാണ്. ഇനിയിപ്പോൾ ഉപവകുപ്പ് 2 പ്രകാരം എന്ത് ചെയ്യാം? അതായത് ആ വ്യക്തിക്ക് നൽകുന്ന നോട്ടീസിൽ ആ വ്യക്തിയുടെ പേരിൽ മറ്റേതെങ്കിലും വ്യക്തി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കും ആ നോട്ടീസിൻ്റെ ഒരു കോപ്പി കൊടുക്കാം. അതായത് മെയിനായിട്ട് പറയുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സ്വത്ത് കണ്ടുകെട്ടുക അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ആവശ്യമായ സാഹചര്യങ്ങളിൽ ഇന്ന് കേസിൽ പെട്ടതാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിന് ആ സ്വത്ത് കണ്ടുകെട്ടാനായിട്ട് പറ്റും. ഇനി ചില സ്വത്തുകൾ എന്ത് ചെയ്യാം? പല കുറ്റകൃത്യത്തിൻ്റെ ഇങ്ങനെ വരുമാനമൊക്കെ ആയിട്ടായിരിക്കും ആ സ്വത്തുകൾ കിട്ടുക. അങ്ങനത്തെ സ്വത്തും അതായത് ശരിയല്ലാത്ത രീതിയിൽ സമ്പാദിക്കണ എന്ത് സ്വത്തും എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അത് കണ്ടുകെട്ടി പിടിച്ചെടുക്കാനായിട്ട് അവകാശമുണ്ട്. അതാണ് സെക്ഷൻ 107 പറയുന്നത്. അടുത്താണ് സെക്ഷൻ 108 എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിന് തൻ്റെ സാന്നിധ്യത്തിൽ തിരച്ചിൽ നടത്താൻ നിർദ്ദേശിക്കാം. അതായത് മജിസ്ട്രേറ്റിൻ്റെ ഒരു റേറ്റിനെ കുറിച്ചിട്ടാണ് പറയണത്. ഏതൊരു മജിസ്ട്രേറ്റിനും സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. അത് ഏത് സ്ഥലത്തും തൻ്റെ സാന്നിധ്യത്തിൽ തിരച്ചിൽ നടത്താനായിട്ട് മജിസ്ട്രേറ്റിനെ നിർദ്ദേശിക്കാവുന്നതാണ്. അതായത് മജിസ്ട്രേറ്റിന് മുന്നിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യും? പെട്ടുപോകും. മജിസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ 10 തലയുള്ള ആളെന്ന് വിചാരിക്കുക. എല്ലാം കാണുന്ന വ്യക്തിയല്ലേ കോടതി. അപ്പോൾ ആ കോടതിയുടെ മുമ്പിൽ പെട്ടുപോകും. അതായത് കോടതിക്ക് ആ സമയത്ത് കോടതിയുടെ മുമ്പിൽ എന്ത് ചെയ്യാം? എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ സെർച്ച് ചെയ്യാനായിട്ട് കോടതിക്ക് പറ്റും. അങ്ങനെ ആലോചിക്കുക. 10 തലയുള്ള ആളുടെ മുമ്പിൽ പെട്ടു എന്ന് വിചാരിക്കുക. 108. ഇനി പറയുന്നതാണ് സെക്ഷൻ 109. സെക്ഷൻ 109 ചെറിയൊരു കാര്യം പറയണുള്ളൂ. പവർ ടു ഇമ്പൗണ്ട് ഡോക്യുമെൻറ്റ്. അതായത് അപ്പോൾ ഡോക്യുമെൻ്റ് എക്സെട്ര പ്രൊഡ്യൂസ്ഡ്, അതായത് രേഖകൾ മുതലായവ കണ്ടുകെട്ടാനുള്ള അധികാരത്തിനെ കുറിച്ചിട്ടാണ് 109 പറയുന്നത്. അതായത് ഈ സംഹിത പ്രകാരം തങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്ന ഏതൊരു രേഖയോ വസ്തുവോ ഉചിതമെന്ന് ഏതൊരു കോടതിക്കും കണ്ടുകെട്ടാവുന്നതാണ്. അതായത് ഒരു രേഖ കണ്ടുകെട്ടണമെന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അത് കണ്ടുകെട്ടാം. അതാണ് സെക്ഷൻ 109 പറയുന്നത്. അടുത്താണ് സെക്ഷൻ 110 പറയുന്നത്
പ്രക്രിയകളെ സംബന്ധിച്ച പരസ്പര ക്രമീകരണങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ പേനും പെൻസിലൊക്കെ ക്രമീകരിച്ച് കൃത്യമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു ബോക്സിൽ, ഒരു വട്ടത്തിലുള്ള ബോക്സ് അതിലിടുമ്പോഴല്ലേ കൃത്യമായിട്ട് ക്രമീകൃതമായിട്ട് എടുക്കുക. അപ്പം അങ്ങനെ ആലോചിക്കുക. അപ്പോൾ രണ്ട് സാധനങ്ങൾ കൃത്യമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഒന്നും എന്ത് ചെയ്യണം, ആ പൂജ്യത്തിൽ കൊണ്ടിടണം. രണ്ട് സാധനം ആ പൂജ്യത്തിലിടണം. അപ്പോൾ ക്രമീകരിച്ച പോലെ ഇരിക്കുക. അത് അങ്ങനെ ആലോചിക്കുക. ഇവിടെ പറയുന്നത് വേറൊന്നുമില്ല. അതായത് ഈ ഓരോ പ്രക്രിയകളുണ്ടല്ലോ, അതായത് ഓരോ കേസിന് ആയിട്ട് സംബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ. അതായത് അറസ്റ്റും സമൻസ് അയക്കലും അതിനൊക്കെ ഉള്ള ഓർഡർ, ക്രമീകരണങ്ങൾ. അപ്പോൾ ഫസ്റ്റ് എന്നിട്ട് ചെയ്യുക, കുറ്റാരോപിതനായ വ്യക്തിക്ക് സമൻസ് അയക്കും. പിന്നെ എന്നിട്ട് ചെയ്യുക, ആ സമൻസ് അയച്ചിട്ടും ആ വ്യക്തി എന്ത് ചെയ്യില്ല, ഹാജരാവാനായിട്ട് തയ്യാറായില്ലെങ്കിൽ ആ കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറൻറ്റ് കൊടുക്കാം. പിന്നെന്താണ്, ആ കേസിൻ്റെ ബാക്കിയായിട്ട് വരുന്ന രേഖയോ മറ്റേതെങ്കിലും വസ്തുവോ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് സമൻസ് അയക്കാം. പിന്നെ എന്ത് ചെയ്യാം, സെർച്ച് വാറന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ പരസ്പര ക്രമീകരണങ്ങളെ കുറിച്ചിട്ടാണ് സെക്ഷൻ 110. അപ്പോൾ രണ്ട് സംഭവം ഒരു പൂജ്യം പോലത്തെ ആ ചിപ്പിലിട്ട് ക്രമീകൃതമായിട്ട് വെച്ചു എന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ രണ്ട് സാധനം വട്ടത്തിലുള്ള കെട്ടി വെച്ചു എന്നോ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചു എന്നോ എങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയാണോ എളുപ്പം അങ്ങനത്തെ രീതിയിൽ ആലോചിച്ച് വയ്ക്കാം.